കൊച്ചി തമ്മനത്ത് കൂറ്റൻ വാട്ടർ ടാങ്ക് തകർന്നു. ജല അതോറിറ്റിയുടെ ഫീഡർ ടാങ്കിന്റെ ഭിത്തിയാണ് തകർന്നത്. പ്രദേശം വെള്ളക്കെട്ടിലായി. വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. നഗരത്തിൽ കുടിവെള്ളം മുടങ്ങും. അത് എത്ര ദിവസത്തേക്കാണ് എന്നറിയില്ല. കുടിവെള്ളം മുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അശ്വതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അതിനു മുൻപ് തമ്മനം കൗൺസിലർ സക്കീറിൻ്റെ ഒരു പ്രതികരണമുണ്ട്. പ്രദേശവാസികൾ വലിയ രീതിയിൽ പരിഭ്രാന്തരായെന്നും നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. വെളുപ്പിന് 2 മണിക്ക് ശേഷമാണ് ഈ തമ്മനത്തുള്ള വാട്ടർ ടാങ്കിൻ്റെ ഭിത്തി ഒരു ഭാഗം തകർന്നു വീണത്. ഒരു 1,35,00,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് തകർന്നത്. തകർന്നതിന് ശേഷം ഈ പ്രദേശവാസികളുടെ വീടുകളിലെല്ലാം വെള്ളം കയറുകയും വാഹനങ്ങൾക്ക് കേടുപറ്റുകയും മതിലുകളെല്ലാം ചുറ്റുമതിലെല്ലാം ഇടിഞ്ഞു പൊളിയുകയും അവിടെയുള്ള ഹെൽത്ത് സെൻ്റർ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ആകെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആളുകളെല്ലാം പരിഭ്രാന്തരായിരുന്നു. കാരണം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആദ്യമായാണ് ഇത്തരം ഗുരുതരമായ ഒരു ടാങ്ക് പൊട്ടലുണ്ടായത്. മുൻകാലങ്ങളിൽ വെള്ളം ലീക്ക് ചെയ്യുമായിരുന്നു, ഓവർഫ്ലോ ചെയ്യുമ്പോൾ ലീക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരു ടാങ്ക് പൊട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ്. അതിന് മാത്രം ഭയാനകമായ രീതിയിലാണ് വെള്ളം കുത്തൊഴുക്കുണ്ടായത്. അശ്വതി ചേരുകയാണോ ഏറ്റവും പുതിയ വിവരങ്ങളുമായി? അശ്വതി, അപ്രതീക്ഷിതമായി സംഭവിച്ചു. രാത്രി പുലർച്ചെ പലരും കണ്ണു തുറന്നപ്പോൾ വീടുകളിൽ നിറയെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച, കുത്തിയൊലിച്ചു പോകുന്നു. മതിലുകളടക്കം ചുറ്റുമതിലുകളടക്കം തകർന്നു വീണ ഒരു കാഴ്ച, വാഹനങ്ങളടക്കം ഒഴുകി നീതിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു കുത്തൊഴുക്ക് സംഭവിക്കണമെങ്കിൽ 1,35,00,000 ലക്ഷം വെള്ളം ശേഖരിക്കുന്ന ഒരു ടാങ്ക്, അതിൻ്റെ ഒരു പാളി തകർന്നു വീണു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അങ്ങേയറ്റം പരിഭ്രാന്തരായ ഒരു സാഹചര്യമാണ്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? ആളപായം ഉണ്ടായില്ല എന്നത് ഏറ്റവും വലിയ ഭാഗ്യകരമായ കാര്യമാണ്. സ്വപ്ന, ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് 2 മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയത്താണ്. 68 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള 2 ടാങ്കുകളാണ്. അതായത് ഒരു പാളിക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 ടാങ്കുകൾ, അങ്ങനെയാണ് ഇതിവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിലെ ഒരു പാളിയാണ് അടർന്നു പോയി. അത് വലിയ രീതിയിൽ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്കറിയാം ആളുകൾ താമസിക്കുന്ന ഇടമാണ്, നിരവധി വീടുകളുണ്ട്. അവിടേക്ക് ഈ വെള്ളം മുഴുവൻ കുത്തിയൊലിച്ച് പോകുന്ന ഒരു സ്ഥിതി. വെളുപ്പിന് 2 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ ആളുകളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റതിൻ്റെയൊക്കെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ റോഡിലൊന്നും ആ സമയത്ത് ആളുകൾ ഉണ്ടാകാതിരുന്നത് കൊണ്ട് വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി. ആ സമയമായതുകൊണ്ട് ഒഴിവായി. പക്ഷേ ഇത് ഒരു പകൽ സമയത്തോ അങ്ങനെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ളൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇത് 40 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ടാങ്കാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകും. 68 ലക്ഷം ലിറ്റർ വെള്ളം കപ്പാസിറ്റിയുള്ള 2 ടാങ്കുകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഈ ഒരു പാളിക്ക് തന്നെ 2 ടാങ്കുകളാണ്, അതാണ് പൊട്ടിയിരിക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ജനപ്രതിനിധികൾ, എറണാകുളം ജില്ലയിലുള്ള, ഇവിടെ കൊച്ചിയിലുള്ള MLA മാർ TJ വിനോദ്, അതുപോലെ തന്നെ ഉമാ തോമസ്, സ്ഥലം MLA ഉമാ തോമസ് MLA, അവർ 2 പേരും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്ന് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും ഗുരുതരമായൊരു വിഷയം ഈ കൊച്ചി നഗരത്തിലേക്കും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, പേട്ട അടക്കമുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. അതായത് ഇതൊരു ഫീഡർ ടാങ്കാണ്, ജല അതോറിറ്റിയുടെ ഒരു ഫീഡർ ടാങ്കാണ്. ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതൊന്ന് ശരിയാകുന്നത് വരെ ഇവിടെ വലിയ രീതിയിലുള്ള കുടിവെള്ള പ്രശ്നം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് അടിയന്തരമായിട്ട് തന്നെ അതിന് ഒരു സംവിധാനം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ്. അതിനു മുൻപ് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വീടുകളൊക്കെയുള്ള ഒരു ജനവാസ മേഖല, കുറച്ച് കൂടുതൽ വീടുകളൊക്കെയുള്ള പ്രദേശത്ത് തന്നെയാണ്. സ്വാഭാവികമായും ഇതിനു മുൻപ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ച ഉണ്ടായതായോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുള്ളതായോ ഈ ടാങ്കിന് ഉള്ളതായി ജനപ്രതിനിധികളുടെയോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെയോ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഫീഡർ ടാങ്കിൻ്റെ ഒരു പാളി അടർന്നു വീണു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്രയും ജനങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു ടാങ്ക് ആകുമ്പോൾ തന്നെ സ്വാഭാവികമായും അതിൻ്റെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ അടിക്കടി പരിശോധന ആവശ്യമുള്ള സാഹചര്യമില്ലേ? അത്തരം പരിശോധനകളൊന്നും നടന്നിരുന്നില്ലേ? ഇപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ കൗൺസിലർ തന്നെയാണ് ചേരുന്നത്. എന്താണ് ഇതിനു മുൻപ് ഇത്രയുള്ളൊരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്നൊന്നും മനസ്സിലാക്കിയിരുന്നില്ല? ഇല്ല, അങ്ങനെ ആരുടെയും ശ്രദ്ധപ്പെട്ടിട്ടില്ല. സാധാരണ ചില ദിവസങ്ങളിൽ കാലങ്ങളിൽ ഓവർഫ്ലോ അല്ലാതെ മറ്റുള്ള ഒരു
കപ്പാസിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതുപോലെ വിള്ളലോ അങ്ങനെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായില്ല. ഇതിങ്ങനെ ആദ്യമായിട്ടാണ് സംഭവിച്ചത്. മുൻകാലങ്ങളിൽ ചെറിയ ഓവർഫ്ലോയൊക്കെ വരുമ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തും, നമ്മൾ അതിനുള്ള പരിഹാരം കാണാറുണ്ട്. പക്ഷേ ഇത് ഇത്തരത്തിലൊരു ഭീകരമായൊരവസ്ഥ ആദ്യമായിട്ടാണ്. അറ്റകുറ്റപ്പണികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കാറുണ്ട്. ഉണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളമെല്ലാം ഒഴുകി വിടും. അത് നമ്മളെ അറിയിച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ചെക്ക് ചെയ്താണ്. അതിനുശേഷം ഇതിൻ്റെ സ്ട്രക്ചർ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ, നമ്മളങ്ങനെ നോക്കാറില്ലല്ലോ. മറ്റുള്ള ഇപ്പോൾ ഈ കാലപ്പഴക്കം തന്നെയാണ്, ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, വിള്ളലും മറ്റും കാണുമ്പോൾ അറിയാം. കാലപ്പഴക്കത്തിൻ്റെ ഒരു സംബന്ധം തന്നെയാണ് അത് തകരാനുള്ള സാധ്യത. അത് ഉദ്യോഗസ്ഥന്മാർ എഞ്ചിനീയർമാർ പരിശോധിച്ച് അത് കാലങ്ങളായിട്ട് അതിനുള്ള സ്ട്രക്ചർ സ്റ്റെബിലിറ്റിയുടെ റിപ്പോർട്ട് അവരാണ് കൊടുക്കേണ്ടത്. ഇത്തരമൊരു ഗുരുതരമായൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി പരിശോധിക്കേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരാണ്. 1,35,00,000 ലിറ്റർ കപ്പാസിറ്റിയാണ് അതിനുള്ളത്. അതിൽ തന്നെ 1,10,00,000 ലിറ്റർ സ്റ്റോറേജിലുണ്ടായി. ആ വെള്ളം മുഴുവനും ഒരു പ്രദേശത്ത് ഒഴുകി പോയപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു. അവിടെയുള്ള 10-20 വീടുകളിൽ മുഴുവൻ വെള്ളം കയറി. ഒരു PH സെൻറ്റർ, കുത്താപ്പാടി ഹെൽത്ത് സെൻറ്ററിൽ മെഡിസിൻ അടക്കമുള്ള സംവിധാനം എല്ലാം നശിച്ചു. വാഹനങ്ങൾ തകർന്നു, ചുറ്റുമതിലെല്ലാം പൊളിഞ്ഞു. നിങ്ങൾക്കവിടെ പോയി കാണാൻ പറ്റും, അത്ര രൂക്ഷമായ ഇതായിരുന്നു. ആളുകൾ രാത്രി വീട്ടിൽ നിന്ന് എണീച്ചപ്പോൾ ചവിട്ടണ വെള്ളത്തിലാണ്. ഒരു ഡാം പൊട്ടി വന്ന രീതിയിലുള്ള പ്രശ്നമാണ് ഉണ്ടായത്. കാരണം അത്രയും കപ്പാസിറ്റി, 1,10,00,000 ലിറ്റർ ശേഷിയൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അതാണ് ഒഴുകിപ്പോയത്. ഈ വീടുകളുടെ ഉള്ളിലോട്ടൊക്കെ തകർന്നു. വീടിൻ്റെ ഉള്ളിൽ തകർന്നിട്ടില്ല. വീടിൻ്റെ ഉള്ളിൽ ചെളിയും വെള്ളവും കയറി അത് നാശനാശമായി. ഫ്രിഡ്ജ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തകർന്നു. റോഡ് തകർന്നു. കാനയിൽ എല്ലാം മണ്ണ് നിറഞ്ഞു. അങ്ങനെയുള്ള നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് അടിയന്തരമായിട്ട് ഇനി അടുത്ത നടപടി എന്താണ്? അടിയന്തരമായിട്ട് ഈ പറഞ്ഞത്, ഇത് പകരം വെള്ളം മറ്റു സംവിധാനങ്ങൾ ഒഴുക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഇത് 2 ക്യാബിനായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു ക്യാബിൻ വർക്ക് ചെയ്യിപ്പിക്കാവുന്ന രീതിയിൽ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള റോഡിൻ്റെയും മറ്റുള്ള കാര്യങ്ങളും വില്ലേജ് ഓഫീസറടക്കമുള്ള ആളുകളെ ബന്ധപ്പെടുത്തി നാശനഷ്ടം കണക്കാക്കി അത് പരിഹരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാനത് ഈട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, ഇവിടെ ഉണ്ട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ സ്ഥലത്തുണ്ട്. അദ്ദേഹം അപകടം ഉണ്ടായി 1 മണിക്കൂറിൽ അദ്ദേഹം എത്തിയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഇവിടെയുണ്ട്, പരിശോധിച്ചുകൊണ്ടിരിക്കുക. കണക്കുകളൊക്കെ എടുത്തുകൊണ്ട് അതെ, കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുക. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, ഈ വെള്ളം അടിക്കുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആയിട്ടില്ല. അത് സമയമെടുക്കും. കാരണം ഇത് 2 ക്യാബിൻ പറഞ്ഞല്ലോ, ഒരു ജോയിൻറ്റ് ക്യാബിനാണെന്ന്. അത് ഒരെണ്ണം ബ്ലോക്ക് ചെയ്തിട്ട് വേണം ആ ബാക്കിയുള്ള ക്യാബിനിൽ വെള്ളം നിറച്ച് മറ്റു അനുബന്ധ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുന്നത്. ഈ തൃപ്പൂണിത്തുറ മരട് പ്രദേശങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല ഇപ്പോൾ. അതുപോലെ സിറ്റിയുടെ ചേരാനെല്ലൂർ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും വെള്ളം പ്രശ്നമുണ്ടാവും, സ്വാഭാവികം. അല്ലെങ്കിൽ തന്നെ വെള്ളം പല ഭാഗത്തും കുറവാണ്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു വലിയ ടാങ്ക് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷമായൊരു കുടിവെള്ള പ്രതിസന്ധി കുറച്ച് ദിവസം ഉണ്ടാവും. സ്വപ്ന, ഇതാണ് ഇപ്പോൾ കൗൺസിലർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്ര വലിയ ഗുരുതരമായത് പൊട്ടി വീഴും, തകർന്നു പോകും എന്ന തരത്തിലേക്കുള്ള ഒരു സാധ്യതകളൊന്നും തന്നെ. ഒരുപക്ഷെ അശ്വതി, ഇത് ഒരുപക്ഷെ ആളപായം ഉണ്ടായില്ല എന്നൊരു കാരണം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഗൗരവം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ. അതായത് ഒരു ജോയിൻറ്റ് ആയിട്ടുള്ള ഒരു ഫീഡർ ടാങ്കാണ്, ഒന്ന് തടഞ്ഞിട്ട് അതിൽ വെള്ളം നിറച്ച് സപ്ലൈ നടത്താം നമുക്കെന്നൊക്കെ അദ്ദേഹം പറയുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1,35,00,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ടാങ്ക്, അതിൽ 1,15,00,000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. അത് പൊട്ടി ഒലിച്ച് വീഴുമ്പോൾ ഇത്രയും കുത്തി ഒലിച്ച് റോഡുകളടക്കം ഇല്ലാതായി വീടുകളിലേക്കടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതുവരെയും ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ 40-45 വർഷം പഴക്കമുള്ള കുടിവെള്ള ടാങ്കാണ്. ഇത്രയും വലിയ രീതിയിൽ വെള്ളം സംഭരിക്കുന്നതാണ്. പ്രദേശങ്ങളിലെല്ലാം ആ ടാങ്കിൻ്റെ ചുറ്റുപാടുകളിലെല്ലാം ജനങ്ങൾ, നിരവധി വീടുകളും മറ്റ് കടകളടക്കം മെഡിക്കൽ ഷോപ്പുകളടക്കം അദ്ദേഹം സൂചിപ്പിക്കേണ്ടത് ഇതൊക്കെ ഉള്ള ഒരു മേഖലയാണ്. സ്വാഭാവികമായും ഒരാളപായം ഇല്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് ഒട്ടുമേ കുറച്ചു കാണാൻ സാധിക്കില്ല. ഈ വാട്ടർ ടാങ്കിൽ നിന്ന് പലപ്പോഴും ഓവർഫ്ലോ ആയി വെള്ളം പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നേരത്തെ അവിടുത്തെ ജനങ്ങൾ തന്നെ പലരും അത്തരം കാര്യങ്ങളിലൊന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയുണ്ടായില്ല. പലപ്പോഴും ഒരുപക്ഷെ മണിക്കൂറുകളോളമൊക്കെ വെള്ളം പോയതിനു ശേഷമാണ് ഓഫ് ചെയ്യുന്ന സാഹചര്യമെന്നൊക്കെ ജനങ്ങളുടെ, അവിടെ താമസിക്കുന്നവരുടെ പ്രതികരണം അടക്കം പുറത്ത് വന്നിരുന്നു. അങ്ങേറ്റം ഗൗരവതരമായി കാണേണ്ട ഒരു സാഹചര്യം തന്നെയല്ല. ഇപ്പോൾ ഇതിൽ അടിയന്തര നടപടി എന്ന രീതിയിൽ എന്ത് നടപടികൾ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്?
സ്വപ്ന, ഈ പ്രദേശം നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഈ ടാങ്കുകൾ ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സെപ്പറേറ്റ് വാട്ടർ അതോറിറ്റിയുടെ ഒരു സെപ്പറേറ്റ് ഏരിയയാണിത്. അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ജനവാസ മേഖല. ജനവാസ മേഖല എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് മുൻപിൽ തന്നെ ഇത് ഒരല്പം ഉയർന്ന പ്രദേശം, അവിടെ നിന്ന് താഴേക്ക് കുത്തി ഒലിച്ചു പോകുന്ന ആ ഒരു ശരിക്കും ആ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴേക്ക് കുത്തി ഒലിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രദേശം, അങ്ങനെയാണ് ഇത് ഉള്ളത്. അപ്പോൾ ഒരു പക്ഷേ ആളുകൾ ഒരുപാട് പരിശോധനകൾ ആളുകൾ നേരിട്ട് ഇവിടേക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇടമാണ്. പക്ഷേ വാട്ടർ അതോറിറ്റി കൃത്യമായിട്ട് ഓരോ സമയത്തും ഓരോ വർഷവും എങ്കിലും ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ പരിശോധനകൾ നടത്തി റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇത്രയധികം ഒരു പ്രശ്നം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ് ഇപ്പോൾ കൗൺസിലർ അടക്കം പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നത് ഇവരുടെ റിപ്പോർട്ടുകളും മറ്റുമായിരിക്കും ഇനി പരിശോധിക്കേണ്ടി വരിക. അങ്ങനെ എന്താണ് അങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെടാത്തത് എന്നതിന് മറുപടി പറയേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. ഇപ്പോൾ ഈ വീടുകൾ നമുക്ക് കാണാം. ഈ ഇവിടെ മതിലൊക്കെ തകർന്ന് ഈ വാട്ടർ ടാങ്കിന് തൊട്ട് മുൻപിലുള്ള വീടാണ് ഇത്. ഇവിടെ മതിൽ തകർന്നിരിക്കുന്നു. ഇതുപോലെ 20ഓളം വീടുകൾക്കാണ് ഇവിടെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് കൗൺസിലർ അല്പം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ റോഡുകൾ ഒക്കെ തന്നെ തകർന്നു. നമ്മൾ നടന്നു പോകുന്നത് ഈ വീടുകളിലെ ഇങ്ങോട്ട് കിടക്കുന്ന ആ റോഡിലൂടെയാണ്. പക്ഷേ അതെല്ലാം തന്നെ ഇവിടെ തകർന്നിട്ടുണ്ട്. വീടുകൾക്കുള്ളിൽ ചെളി നിറഞ്ഞിട്ടുണ്ട്, വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ളൊരു പ്രളയം കഴിഞ്ഞ ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇത്രയധികം വെള്ളം ഇവിടേക്ക് കുത്തിയൊലിച്ചു വന്നപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വീടുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. അശ്വതി, ജനങ്ങളുടെ ഒരു ആശങ്ക, അത് നമുക്ക് ആരുടെയെങ്കിലും ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുമോ? കാരണം ഉറങ്ങിക്കിടക്കുകയായിരുന്നു പലരും. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഒരു കുത്തൊഴുക്ക് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആ വഴി റോഡുകളൊക്കെ കാണാൻ സാധിക്കും. ആളുകളൊക്കെ ഇപ്പോഴും അന്തം വിട്ട് നോക്കി നിൽക്കുന്നൊരു സാഹചര്യം. അശ്വതി, എന്താണ് അവിടെയുള്ള ആരുടെയെങ്കിലും ഒക്കെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്? സംഭവിച്ചു ഇന്നലെ 1 മണിക്കാണ് ഇത് വീണെന്ന് അറിഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. 1 മണിയായപ്പോൾ ഇവിടെ വീണെന്ന് അറിഞ്ഞു. മണ്ണൊക്കെ കൂടി ഒത്തുവലിച്ച് ഇത് നമുക്ക് വേണ്ടപ്പെട്ട വീടാണ്. നമ്മുടെ പുള്ളി ഇല്ലാത്ത ആളാണ്. പുള്ളി മരിച്ചു പോയതാണ്. പുള്ളിയുടെ ഇതാണ്. അപ്പോൾ ഇവരെ കണ്ടൊരു കാറുണ്ട്, ഇവരുടെ തന്നെയാണ് കാർ ഇവിടെ വാടക താമസിക്കണമെന്ന് അങ്ങനെ അറിഞ്ഞേക്കണം. അത് അവിടെ ആ സാധനം എല്ലാം കൂടി ഇതൊക്കെ കൂടി ഇടിച്ച് വിളിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇവിടെ ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ചെറിയൊരു മതിൽ അവിടെ ഇടിഞ്ഞ് വിളിഞ്ഞ് വീണിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും സംഭവമൊന്നും വന്നിട്ടില്ല. അപ്പുറ സൈഡ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഈ ടാങ്കിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചോർച്ചയൊക്കെ ഉണ്ടാവുന്നത് അതൊന്നും അറിയില്ല കറക്റ്റായിട്ട്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാറില്ല. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ആദ്യം കയറാറില്ല. ഇവിടെ നിന്ന് വരും. നമുക്ക് പുറത്തുനിന്നുള്ള ഇതുള്ളൂ, അല്ലാണ്ട് വേറെ പുറത്തുനിന്ന് ഞങ്ങൾ കാണുന്നില്ല. അതിൻ്റെ അത്ര വലിയ മതിലാണല്ല. ഇത്രയും വലിയ മതിലായതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാറില്ല. അത് തന്നെയല്ല ഇതിൻ്റെ അകത്ത് ഇഴജന്തുക്കളൊക്കെ ഉള്ളതൊന്നും പേടിയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാറില്ല. ഇവിടെ മതിലുണ്ടായിരുന്നു. ഒരു മതിൽ. ആ മതിലാണ് ഇങ്ങോട്ട് ഇടിഞ്ഞു പോകുന്നത്. ആ മതിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് കയറാറില്ല. അത് വാട്ടർ അതോറിറ്റി മാത്രമേ, വേറെ ആരും കയറാറില്ല. അപ്പോൾ ഇത് ആ മണ്ണൊക്കെ കൂടി ഇടിഞ്ഞ് വിളിഞ്ഞ് ഇങ്ങനെ നിലത്തേക്ക് പോകുന്നത്. അവിടെ ഇത്തിരി പൊക്കത്തിലായിരുന്നു. അപ്പോൾ ആ മണ്ണാണ് ഇപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ പോകുന്നത്. നല്ല പൊക്കത്തിലായിരുന്നു അവിടെ അധികം പൊക്കില്ല. ഇവിടെ മാത്രമുള്ള ഇത്തിരി പൊക്കത്തിലുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരത്തെ കയറിയിട്ടുണ്ട്. അവിടെ ഇടിഞ്ഞ് വിളിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. വേറെ ബാക്കി എൻ്റെ ഇത്രയും പഴക്കമുള്ളത് കൊണ്ട് ആരും അങ്ങനെ പരാതി. പഴക്കവും നല്ല പഴക്കമാണ്. എനിക്കൊക്കെ ഓർമ്മയുള്ള കാലം ഇത് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ബാക്കി നമുക്ക് അറിയാനും പാടില്ല. എൻ്റെ ഉള്ളിലുള്ള സംഭവം ഒന്നും നമുക്കറിയില്ല. അല്ലാതെ മെയിൻ്റെനൻസ് ഒന്നും നടത്തിയിട്ടൊന്നുമില്ല. അത് നമ്മൾ ഇങ്ങോട്ട് കയറാറില്ല. അത് കാരണം നമുക്ക് അറിയാനും പാടില്ല. സ്വപ്ന, അതുപോലെ തന്നെ ഈ വീട്ടിലെ ആളുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി ഈ വീട്ടിലാണോ? അതെ. എന്തൊക്കെയാണ് നഷ്ടങ്ങൾ പറ്റിയിട്ടുള്ളത്? നഷ്ടങ്ങൾ കുറേ പറ്റിയിട്ട് 2 ദിവസം മതിലൊക്കെ ഇടിഞ്ഞു പോയി. മോട്ടർ, വാട്ടർ ടാങ്ക്, പിന്നെ വാഷിംഗ് മെഷീൻ, പിന്നെ ഇൻവെർട്ടർ, അതിൻ്റെ ബാറ്ററിയൊക്കെ പോയി. പിന്നെ ഇത് പുതിയതായിട്ട് പെയിൻ്റ് അടിച്ചാണ്. വീടിലൊക്കെ ചെള്ള തെറിച്ച് മതിൽ വീണപ്പോഴത്തേക്ക് ഈ ടാങ്കിനോട് ഗേറ്റൊക്കെ പോയിരിക്കണേ. ഈ ടാങ്കിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ചേച്ചിയുടെ വീട്. ഇതിനു മുൻപ് ഈ ടാങ്കിന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് എന്തെങ്കിലും ഓവർഫ്ലോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു മണി മല കഴിഞ്ഞിട്ട് വെള്ളം കുറച്ച് വന്ന് പിന്നെ ഓവർഫ്ലോ കാണേ കൂടി പോകും. ഓവർഫ്ലോ ഉണ്ടായിട്ടുള്ളു. എപ്പോഴും ആളുകളൊക്കെ പരിശോധിക്കുന്നതാണോ അത്? അതിനെപ്പറ്റി ഞാൻ അറിഞ്ഞിട്ട് അവരങ്ങോട്ട് ആരും കയറരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളെങ്ങനെ കയറാനും അവർ ചോദിക്കാനുള്ള അനുവാദമൊന്നും അവർ തരൂല്ല ആരോടും. 2 മണിക്ക് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പൊട്ടിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞ്. ഞാൻ പിന്നെ മുകളിലാണ് കിടക്കണത്. ഞങ്ങൾ പിന്നെ മുകളിൽ കയറി. ഞങ്ങൾക്ക് 2-3 വീട്ടുകാരുണ്ട് മുകളിൽ.
വന്നപ്പോൾ അവരൊക്കെ ആയിട്ട് കയറുന്നത് വെള്ളം പോണത് കണ്ട് അത്രേ ഉള്ളൂ. പിന്നെ അപ്പോൾ തന്നെ വലിയ ശബ്ദമൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഞാൻ ഇടി കൊടുക്കുമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ പൊട്ടണ ശബ്ദം വെള്ളം പോണേൻ്റെ ഇരച്ചിൽ കേട്ടപ്പോഴത്തേക്കും ഞാൻ അവിടെ മുകളിൽ ജനൽ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമാണ്. അപ്പോൾ മനസ്സിലായി പൊട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ഇനി വെള്ളം കൂടുതൽ പൊങ്ങി വന്നാൽ അത് ഞങ്ങൾ അതിൻ്റെ മുകളിൽ പോയി വെള്ളം താഴ്ന്നു തന്നെ പോയത്. തീർച്ചയായും ആദ്യത്തെ ഒഴുക്കിന് ഒരു 2 മീറ്റർ 1.5 മീറ്റർ പൊക്കത്തിൽ പോയി. ആദ്യം നല്ല ഫോഴ്സായിരുന്നു. ഈ വീട്ടിലെ ഈ വാട്ടർ ടാങ്കിന് മുൻപിൽ തൊട്ട് മുൻപിലുള്ള വീട്ടിലെ ചേച്ചിയാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. ഇവിടെ വീട്ടമ്മയാണ് നമ്മളോട് സംസാരിച്ചത്. വലിയ ശബ്ദത്തോടു കൂടി 1 മണിക്ക് ശേഷം 2 മണിയോട് അടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വലിയ ശബ്ദത്തോടു കൂടി തീർച്ചയായും കാണാൻ സാധിക്കുന്നുണ്ട്. ആ വാട്ടർ ടാങ്കിന് തൊട്ട് മുന്നിലുള്ള വീടാണ്. ഏതാണ്ട് എല്ലാം ആ വീടിൻ്റെ മതില്, ഗേറ്റ് അടക്കം തകർന്നിട്ടുണ്ട്. പുതിയതായി പെയിൻ്റ് അടിച്ച വീടാണ്. വീട് മുഴുവൻ ചെളിയും വെള്ളവും കെട്ടി നിൽക്കുന്ന കാഴ്ചകൾ റോഡടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആരുടെയും ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നത് അങ്ങേറ്റം ഭാഗ്യകരമായൊരു സാഹചര്യം തന്നെയാണ്. 1,35,00,000 ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കാണ്. അതിൻ്റെ ഒരു ഫീഡർ ടാങ്കാണ്. അതിൻ്റെ ഒരു പാളിയാണ് ഇടിഞ്ഞു വീണത്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കുടിവെള്ള വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തമ്മനം തൃപ്പൂണിത്തുറ മേഖലയിലേക്കടക്കം കുടിവെള്ളം പോകുന്ന ടാങ്കാണ് തകർന്നത്. അശ്വതിയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ഉമാ തോമസ് എംഎൽഎയുടെ പ്രതികരണം കൂടിയുണ്ട്, അതിലേക്ക്. അടിയന്തരമായിട്ട് ഇടപെടലുണ്ടാവേണ്ട വിഷയമാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് പാലാരിവട്ടം മറ്റേ ഈ എളമക്കര ഭാഗമൊക്കെ വെള്ളം ഉണ്ടാവില്ല എന്നുള്ളതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിലും വെള്ളം അടിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഇതിൽ തന്നെ പേട്ട ഭാഗത്തൊന്നും വെള്ളം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് തന്നെ പമ്പ് ചെയ്യുന്നതിൽ 68,000-ൻ്റെ 2 പാളിയായിട്ടാണ് ഉള്ളത്. അതിൽ ഒരെണ്ണം വെച്ചിട്ട് പരമാവധി ചെയ്യാം എന്നാണ് പറയണത്. പിന്നെ മരടിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായിട്ട് എന്തായാലും ഓൾറെഡി ഈ പമ്പിങ് എല്ലാം നടന്നാൽ പോലും ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള ശുദ്ധജല ക്ഷാമമാണ് ഉള്ളത്. അപ്പോൾ അത് നിലനിൽക്കെ ഇങ്ങനെയും കൂടി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വല്ലാത്തൊരവസ്ഥയാണ്. മാത്രമല്ല നമ്മുടെ ഇവിടെ സമീപവാസികൾക്കൊക്കെ അവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറി രാത്രി 2 മണിക്കായതുകൊണ്ട് വലിയ അപകടം നടന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വീലർ ഓട്ടോറിക്ഷ അടക്കം തള്ളിപ്പോയി എന്നാണ് പറയണത്. അപ്പോൾ ആളുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കിടക്കുമായിരുന്നു എന്നുള്ളതുകൊണ്ട് ചെറിയൊരാശ്വാസം എന്ന് പറയാം. ഇവർ പുറത്തെങ്ങാനും ഇറങ്ങി നടക്കുമ്പോഴാണെങ്കിൽ ഇതിലും വലിയ അപകടം ചിലപ്പോൾ സംഭവിച്ചിരുന്നതിന്. എന്തായാലും അത് ദൈവം കാത്തു എന്ന് തന്നെ പറയാം. പക്ഷേ ഇതിന് ഉടനെ എങ്ങനെയാണ് പരിഹാരം എന്നുള്ളതിനാണ് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടത്.